സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഗ്വിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂട്ടം തെറ്റി കടലിലേക്ക് പോകാതെ മഞ്ഞുമലകൾ ലക്ഷ്യമാക്കി ഒറ്റയ്ക്ക് നടക്കുന്ന ഈ പെൻഗ്വിൻ പലർക്കും ഒരു എക്സിസ്റ്റൻഷ്യൽ ചിന്തയാണ് നൽകുന്നത്. പക്ഷേ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ ഇത് പുതിയൊരു വീഡിയോ അല്ല. 2007 പുറത്തിറങ്ങിയ എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേൾഡ് എന്ന ഡോക്യുമെന്ററിയിലെ ദൃശ്യങ്ങളാണിത്. പ്രശസ്ത സംവിധായകൻ വെർണർ ഹെർസോഗ് ഇതിനെ വിശേഷിപ്പിച്ചത് ഒരു ഡെത്ത് മാർച്ച് എന്നാണ്. ഇന്റർനെറ്റിൽ ഇതിനെ നിഹിലിസ്റ്റ് പെൻഗ്വിൻ എന്ന് വിളിക്കുന്നു. ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ലക്ഷ്യമില്ലാതെ നടന്നുപോകുന്ന മനുഷ്യന്റെ അവസ്ഥയുമായാണ് പലരും ഇതിനെ ഉപമിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ നോക്കിക്കണ്ടാൽ ഇത് തത്വചിന്തയല്ല, മറിച്ച് ഒരു തകരാറാണ്. പെൻഗ്വിനുകൾ സൂര്യപ്രകാശവും ഭൂമിയുടെ കാന്തിക വലയവും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് ദിശ കണ്ടെത്തുന്നത്. മസ്തിഷ്കത്തിലെ തകരാറോ അസുഖങ്ങളോ കാരണം ഈ ദിശാവബോധം നഷ്ടപ്പെടുമ്പോൾ അവ വഴിതെറ്റി സഞ്ചരിക്കും. ആന്തരികമായ അസുഖങ്ങൾ കാരണം ചിലപ്പോൾ അവയ്ക്ക് സ്വന്തം കോളനിയിലേക്കോ കടലിലേക്കോ പോകാനുള്ള പ്രേരണ ഇല്ലാതാകുന്നു. ഇത്തരം പെൻഗ്വിനുകളെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നാലും അവ വീണ്ടും അതേ ദിശയിലേക്ക് തന്നെ നടക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഭക്ഷണവും വെള്ളവുമില്ലാത്ത ഈ യാത്ര അവയുടെ അന്ത്യത്തിലാണ് അവസാനിക്കുക. മനുഷ്യരായ നമ്മളിതിനെ വിഷാദം, ഡിപ്രഷൻ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുമെങ്കിലും പ്രകൃതിയിൽ ഇത് അതിജീവനത്തിന്റെ പരാജയമാണ്. വികാരങ്ങൾക്കപ്പുറം പ്രകൃതിയിലെ ഇത്തരം കൗതുകങ്ങളെ ലോജിക്കലായി കാണാൻ പഠിക്കാം.